കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അന്നു തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ച് ഒക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ മരണത്തെക്കുറിച്ച് നേരത്തെ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു. താൻ കൊല്ലപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു കൊടുത്തിരുന്നു. അതിൻ്റെ നിവർത്തീകരണം കഴിഞ്ഞു. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാരോട് കർത്താവ് സംഭാഷിക്കുന്നതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ വായിച്ച ഭാഗം. അപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അന്ന് തന്നെ ഞായറാഴ്ച ദിവസം രാവിലെ സ്ത്രീകൾ കർത്താവിൻ്റെ കല്ലറയ്ക്കൽ ചെന്നു. അവിടെ എഴുതിയിരിക്കുന്നത് 24 അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ 1-ാം വാക്യം മുതൽ ഇങ്ങനെ നമുക്ക് വായിക്കുവാൻ കഴിയും. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയുണ്ട്: അവർ ഒരുക്കിയ സുഗന്ധവർഗ്ഗം എടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കലെത്തി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്തു കടന്നാറെ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തേ? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീകൾ കല്ലറയ്ക്കൽ ചെന്നപ്പോൾ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായിട്ട് കണ്ടു. ഒരു ദൂതൻ അവിടെ നിന്ന് പറയുന്നു, മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ അവിടെ കല്ലറയ്ക്കൽ നിൽപ്പുണ്ടായിരുന്നു. അവർ പറയുന്നത്, ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ തിരയുന്നത് എന്തേ? അവൻ ഉയർത്തെഴുന്നേറ്റുവെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റുവെന്ന് ഉള്ള സത്യം ദൂതന്മാർ ഇവരോട് പറഞ്ഞു, ഈ സ്ത്രീകളോട് പറഞ്ഞു. അവർ പെട്ടെന്ന് ഓടിപ്പോയി ശിഷ്യന്മാരെ അറിയിച്ചു. ശിഷ്യന്മാർ അത് കേട്ട ഉടനെ തന്നെ പത്രോസ് യോഹന്നാനും ഓടി വന്ന് നോക്കിയപ്പോൾ യേശുവിനെ അവർ പറഞ്ഞതുപോലെ തന്നെ കല്ലറ ഒഴിഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ യേശു കല്ലറയിലില്ല. കല്ലറയിൽ നിന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സത്യം അവർക്ക് മനസ്സിലായി. ഇതറിഞ്ഞ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള 2 പേർ, അതായത് അവർ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലുള്ളവരല്ല, എന്നാൽ കർത്താവിൻ്റെ ഇൻറ്റിമേറ്റ് സർക്കിളിലുള്ള 2 പേരാണ്. അവർ യെരുശലേമിൽ നിന്ന് 7 മൈൽ ദൂരമുള്ള, അതായത് ജെറുസലേമിൻ്റെ 7 മൈൽ ദൂരമുള്ള ഒരു സ്ഥലമാണ് എമ്മൗസ്. ആ സ്ഥലത്തിലേക്ക് യാത്രയാവുമ്പോൾ അവർ നിരാശാഭരിതരായി. അവർ പല പ്രാവശ്യം യേശുവിൻ്റെ മരണത്തെപ്പറ്റി യേശു തന്നെ പറയുന്നത് അവർ കേട്ടിട്ടുണ്ട്. അതുതന്നെയല്ല, സ്ത്രീകൾ കല്ലറ ചെന്ന് നോക്കുവാൻ വേണ്ടി ചെന്ന സ്ത്രീകൾ അത് കണ്ട് യേശു അവിടെ ഇല്ല എന്ന് അറിയിച്ചു. പത്രോസ് യോഹന്നാനും ചെന്ന് കണ്ടു, യേശുവില്ല എന്ന് മനസ്സിലാക്കിയത് അറിഞ്ഞു. അതുതന്നെയല്ല, കല്ലറ വാതിക്കലിരുന്ന ദൂതന്മാരും ഇവിടെ അധരത്തിൽ നിന്നും യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന് അവരറിഞ്ഞു. എന്നാൽ അവർ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ സംഭവിച്ചത്. താൻ മരിക്കുമെന്ന് പറഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിൽ അതവർ ശിഷ്യന്മാർ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ ഈ ശിഷ്യന്മാർ 2 പേരെ വളരെ നിരാശയോടെ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകുമ്പോൾ കർത്താവായ യേശു അവരോടുകൂടെ ചേർന്ന് നടക്കുകയും അവരോട് സംസാരിക്കുകയും അവരെ തിരികെ യെരുശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുവരും, സമാധാനത്തിൻ്റെ ഭവനമായ യെരുശലേമിലേക്ക് അവരെ തിരികെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു രംഗമാണ് ഈ ഭാഗത്ത്. അതിനെപ്പറ്റിയാണ് ഈ ഭാഗത്ത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാരെന്ന് ഇവിടെ പറയുമ്പോൾ
ആരാന്നിവിടെ പറയുന്നിട്ടില്ല. ഒരാളുടെ പേര് പറയുന്നുണ്ട്, ക്ലിയോപ്പാവ് എന്ന് പറയുന്നുണ്ട്. ഒരാളുടെ പേര് മാത്രമേ പറയുന്നുണ്ട്, മറ്റേ ആൾ ആരാന്നിവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ അതിലൊരാൾ ഇത് എഴുതിയ ഈ സുവിശേഷം എഴുതിയ ലൂക്കോസ് തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതല്ല, ഈ ക്ലെയോപ്പാവിൻ്റെ ഭാര്യ ആയിരിക്കുമെന്നും പറയുന്നുണ്ട്. കാരണം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അവിടെ 19-ാം അധ്യായത്തിന് 25-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, യേശുവിൻ്റെ കുരിശിൻ്റെ താഴെ യേശുവിൻ്റെ അമ്മ മറിയയും മഗ്ദലക്കാരത്തി മറിയയും ക്ലെയോപ്പാവിൻ്റെ ഭാര്യയായ മറിയയും ഉണ്ടായിരുന്നുവെന്ന്. ക്ലെയോപ്പാവയുടെ കൂടെ നടന്നത് തൻ്റെ ഭാര്യ ആയിരിക്കുമെന്നും അനുമാനിക്കുന്നവരുണ്ട്. എങ്ങനെയായാലും ലൂക്കോസ് ആരാ കൂടെ നടക്കുന്നെന്നുള്ള പേര് ഇവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് കർത്താവ് അവരോട് ചേർന്ന് നടന്നു. അവർ വാദിച്ചും തർക്കിച്ചും ഒക്കെ പോവുകയാണ്. അവർ വിചാരിച്ചതുപോലെ, അവരാഗ്രഹിച്ചതുപോലെ, അവർ സ്വപ്നം കണ്ടതുപോലും യേശു രാജാവായില്ല. കർത്താവായ യേശു ഇസ്രായേൽ മക്കളെ, തന്നെ യഹൂദന്മാരെ റോമൻസിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുമെന്ന്, വീണ്ടെടുക്കുമെന്നുള്ള പ്രത്യാശയായിരുന്നു ഇവർക്ക്. യേശു രാജാവായി വാഴുമെന്നുള്ള പ്രത്യാശയായിരുന്നു ഇവർക്ക്. പക്ഷെ അങ്ങനെയൊന്നും നടക്കാഞ്ഞതുകൊണ്ട് നിരാശാഭരിതരായി മുഖം കുനിച്ചുകൊണ്ട് ഭ്രമിച്ചുകൊണ്ട് വേദനയോടെ നടക്കുന്നവരോട് കൂടെ യേശു അവിടെ ചേർന്ന് നടന്നു. എന്നിട്ട് കർത്താവ് അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. അവരുടെ ജീവിതത്തിൽ അവർ പല സ്വപ്നങ്ങൾ യേശുവിനെ പറ്റി നെയ്തിരുന്നു. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലായാലും നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ എക്സാമിന് നല്ല മാർക്ക് കിട്ടും. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വരുമ്പോഴാണ് എക്സാമിന് തോറ്റതായിട്ട് അറിയുന്നത്. എങ്ങനെയായിരിക്കും നമ്മുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും? അതുപോലൊരു വിവാഹം നടക്കുമെന്ന് കരുതിയും എല്ലാ കാര്യങ്ങളും നോക്കി വെച്ചിട്ട് ഒടുവിൽ വിവാഹം മാറിപ്പോയി. എങ്ങനെയായിരിക്കും നമ്മൾ റിയാക്ട് ചെയ്യുന്നത്? അതുപോലെ നമ്മളപ്പോൾ നിരാശാഭരിതരായിരിക്കും. നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആകും, നമ്മൾ ഡിസ്കറേജ്ഡ് ആകും, നമ്മൾ ഭയപരവശരായിത്തീരും, നമ്മുടെ തല കുനിഞ്ഞു പോകും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മളോട് കൂടെ നടക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ ശിഷ്യന്മാരോട് കൂടെ കർത്താവോട് ചേർന്ന് നടന്നു. അവർ സകലതും തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് യെരുശലേം വിട്ട് എമ്മൗസിലേക്ക് പോവുകയാണ്. അവരുടെ ഗ്രാമമായ എമ്മൗസിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ കർത്താവ് അവരോട് ചേർന്ന് നടന്നെങ്കിലും അവരെ കർത്താവിനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നുവെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. എന്നിട്ട് കർത്താവ് അവരോട് ചോദിക്കും, നിങ്ങൾ എന്താണ് വാദിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുന്നതെന്ന് അവരോട് ചോദിക്കും. നിങ്ങൾ എന്താണ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ആരെപ്പറ്റി ആണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, യെരുശലേമിലുള്ള എല്ലാ ആൾക്കാരും അറിഞ്ഞൊരു കാര്യം നീ മാത്രം അറിഞ്ഞില്ലേ? കാരണം പെസഹ ആചരിക്കുവാൻ വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിപ്പാർക്കുന്ന യഹൂദന്മാരെല്ലാം വരുന്ന സമയമാണത്. അപ്പോൾ അവിടെ വന്നവരെല്ലാവരും ഈ ദാരുണമായ സംഭവത്തെക്കുറിച്ച് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും. അപ്പോൾ അവിടെ പറയുന്നു, ഇത് നീ മാത്രം എന്തുകൊണ്ട് അറിഞ്ഞില്ല? പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ നടന്ന കാര്യം അറിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ യേശു അവിടെ ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യമാണ്, എന്താണ് സംഭവിച്ചതെന്ന് യേശു അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സംഭവിച്ച കാര്യത്തെപ്പറ്റി ഈ രണ്ടുപേര് യേശുവിനോട് അവർ വിവരിക്കുന്നു. നീ മാത്രം അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവർ പറഞ്ഞത്, സകല ജനത്തിനും ദൈവത്തിനും മുൻപാകെ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറനായ യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾ വാദിച്ചും തർക്കിച്ചും കൊണ്ട് പോകുന്നതെന്ന്. ആ യേശുവിനെ മഹാപുരോഹിതന്മാരും പ്രമാണികളും എല്ലാവരും ക്രൂശ് മരണത്തിന് വിധിച്ചു, അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു. പക്ഷേ ഞങ്ങൾ വിചാരിച്ചത് അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ വന്നവനാണെന്ന് ഞങ്ങൾ വിചാരിച്ചു എന്ന് പറഞ്ഞു. അതുതന്നെയല്ല, ഞങ്ങൾ ചില സ്ത്രീകൾ കല്ലറയ്ക്കൽ ചെന്ന് നോക്കിയപ്പോൾ കല്ലറ ഒഴിഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു. അതുതന്നെ ദൂതന്മാർ പറഞ്ഞു, യേശു അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളൊരു ദൂതന്മാർ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഈ ദർശനമല്ല, ഇതെല്ലാം അറിഞ്ഞ് ഞങ്ങൾ വളരെയധികം ഭയപരവശരായിട്ടാണ് ഞങ്ങളായിരിക്കുന്നതെന്ന് അവിടെ പറഞ്ഞു. അപ്പോൾ
യേശു അവരോട് അവർക്ക് ആ സ്റ്റോറി മുഴുവൻ യേശുവിനെ പറഞ്ഞു കേൾപ്പിച്ചെങ്കിലും ആ സ്റ്റോറിയിലുള്ള ആ മശിഹായെ പറ്റി അവരറിഞ്ഞില്ല. എന്നാൽ ആ സ്റ്റോറിയിലുള്ള ആ കഥയിലുള്ള നല്ലൊരു സ്റ്റോറിയാണ്, വളരെ ഡീറ്റെയിൽഡായിട്ട് ഇതിവിടെ പറയുന്നുണ്ട്. ആ കഥയിലുള്ള യേശുവാണ് തങ്ങളോട് കൂടെ നടക്കുന്നുള്ള സത്യം അവർക്ക് അറിയാതെ വേണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അന്നേരം കർത്താവ് തന്നെ അവരോട് ചോദിക്കുന്നു, ബുദ്ധിഹീനരെ, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അവരെ ബുദ്ധിഹീനരെ, മന്ദബുദ്ധികളെ എനിക്ക് വിളിക്കുവാൻ കാരണമുണ്ട്. കാരണം കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലായില്ല. കർത്താവ് ഇത് പറഞ്ഞപ്പോൾ കർത്താവിൻ ഒരു മരണം അവർ ആഗ്രഹിച്ചില്ല. അവർ മുൻവിധിയോടുകൂടി ഇരുന്നു. അതവർക്ക് കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല അന്ന്. അതുകൊണ്ട് അവർക്കത് മനസ്സിലായതുമില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നതാണ്, നിങ്ങൾ മന്ദബുദ്ധികളാണ്, നിങ്ങൾ ബുദ്ധിഹീനരാണ്. ഈ കർത്താവിൻ്റെ മരണത്തെപ്പറ്റി പഴയ നിയമ പുസ്തകങ്ങളിലുണ്ടല്ലോ, പ്രവാചക പുസ്തകങ്ങളിലുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ഈ രണ്ടു പേർക്കും കർത്താവ് അവരെ വ്യാഖ്യാനിച്ചു. തിരുവെഴുത്തുകളെ തുറന്നു, തിരുവെഴുത്തുകളെ തന്നെക്കുറിച്ചുള്ളതിനെ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. തിരുവെഴുത്തുകളിൽ, അതായത് പഴയ നിയമ പുസ്തകത്തിൽ എന്തെല്ലാം തന്നെക്കുറിച്ച് പറയുന്നു അതെല്ലാം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു തീർന്നപ്പോൾ ആ സമയമായപ്പോൾ അവർ ചെല്ലേണ്ട എമൗസ് ഗ്രാമത്തിലേക്ക് അടുക്കാറായി. അവരുടെ ഗ്രാമത്തിലേക്ക് അടുക്കാറായപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് 24 ലൂക്കോസ് 24 28-29 വാക്യത്തിൽ ഇങ്ങനെയുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോട് കൂടെ പാർപ്പാൻ ചെന്നു. അപ്പോൾ യേശു തന്നെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് അവരുടെ ഗ്രാമത്തിലെത്തി. അപ്പോൾ യേശു അവരെ കടന്നു പോകുവാൻ തുടങ്ങിയപ്പോൾ ആ ശിഷ്യന്മാരെ യേശുവിനെ തങ്ങളുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നതായിട്ട് അവിടെ കണ്ടു. അപ്പോൾ നമ്മൾ ഈ ഭാഗം നോക്കുമ്പോൾ ഈ കർത്താവിനെ അവരുടെ ഭവനത്തിലേക്ക് അവർ ക്ഷണിക്കുന്നു. കാരണം എന്താണ്? ഇതുവരെ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവിടെ തിരുവെഴുത്തുകളെ കർത്താവ് അവർക്ക് തുറന്നു കൊടുത്തു. തിരുവെഴുത്തുകളെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി. അവരുടെ ചിന്തയിൽ, അവരുടെ അറിവിലൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി. ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ അത് സഹായിച്ചു. അപ്പോൾ അവർ പറയുന്നു, യേശുവിനെ അവരുടെ ഭവനത്തിലേക്ക് അവിടെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഭാഗം നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ പേര് മാത്രമേ അവിടെയുള്ളൂ, എന്നാൽ മറ്റേ വ്യക്തിയുടെ പേരില്ല. അപ്പം നമ്മൾ ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, കർത്താവ് നമ്മളെ അടുത്ത് വന്നേ, നമ്മുടെ പ്രയാസ വേളകളിൽ, നമ്മുടെ പ്രശ്നങ്ങളുടെ വേളകളിൽ, നമ്മുടെ നിരാശഭരിതമായ വേളകളിൽ ദൈവം അടുത്ത് വന്ന് നമ്മളെ ശുശ്രൂഷിക്കുമ്പോൾ നമ്മൾ ആരെന്നൊന്നും കർത്താവ് അവിടെ നോക്കുകയില്ല. ഒരു വ്യക്തിയുടെ പേരൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. ആർക്കൊക്കെ കർത്താവിന് ആവശ്യമുണ്ടോ അവരെയെല്ലാം ശുശ്രൂഷിക്കുവാൻ, അവരെല്ലാം സഹായിക്കുവാൻ, അവരോട് കൂടെ ആയിരിക്കുവാനെല്ലാം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് തിരുവെഴുത്തുകളെ കർത്താവ് വ്യാഖ്യാനിച്ചു കൊടുത്തു. തിരുവെഴുത്തുകളെ കർത്താവ് അവിടെ തുറന്നു, അതവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ആ തിരുവെഴുത്തുകളെ മനസ്സിലാക്കിയപ്പോൾ ആ ശിഷ്യന്മാർ യേശുവിനെ അവരുടെ ഭവനത്തിലേക്ക് വിളിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. യേശു ഭവനത്തിൽ ചെന്നപ്പോൾ അവിടെ പിന്നെന്താണ് സംഭവിച്ചത്? അവിടെ 24 അധ്യായത്തിൻ്റെ 30 വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവർ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചു കൊടുത്തതിന് ശേഷം അവരെ യേശുവിനെ അവരുടെ ഭവനത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ യേശു അവിടെ ചെന്ന് അവിടെ മേശമേലിരുന്ന് അപ്പം എടുത്ത് അവർക്ക് വാഴ്ത്തി നുറുക്കി കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അത് യേശുവാണെന്ന് അവർക്ക് മനസ്സിലായി. ഉടനെ തന്നെ എന്ത് സംഭവിച്ചു? യേശു അവർക്ക് അപ്രത്യക്ഷനായി. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ വഴിയിൽ
അവർ പറയും, ഈ വഴിയിൽ നമുക്ക് വചനം അവൻ തിരുവെഴുത്തുകളെ നമുക്ക് തെളിയിച്ചു തന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ നോക്കുമ്പോൾ തിരുവചനം സത്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോഴാണ്, തിരുവചനങ്ങളെ തുറന്നപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ അവർ യേശുവിനെ അവരുടെ ഭവനത്തിലേക്ക് അവരെ ക്ഷണിക്കുന്നത്. അപ്പോൾ തിരുവചനങ്ങളെ തുറന്നു കർത്താവിന് ആരെന്നൊരു നോട്ടമില്ല, ആരാന്നുള്ള വ്യക്തിയാണെന്ന് ഇവിടെ എഴുതിയിട്ടില്ല. ലൂക്കോസ് എഴുതുമ്പോൾ അത് ആരാണെന്ന് അവിടെ എഴുതിയിട്ടില്ല. എന്നാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. ഏതൊരു വ്യക്തിയാണെങ്കിലും അവരോടെല്ലാം എവിടെയായിരുന്നു തൻ്റെ ശുശ്രൂഷയിൽ കർത്താവ് ആദ്യം ദൈവവചനത്തെയാണ് പറയുന്നത്. തൻ്റെ ഈ ലോകത്തിലെ തൻ്റെ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ യെരുശലേമിൽ തൻ്റെ ആലയത്തിൽ ചെന്ന് അവിടെ തൻ്റെ ശുശ്രൂഷയുടെ ആ പബ്ലിക് മിനിസ്റ്ററുടെ ആദ്യ സമയത്ത് തന്നെ യേശു ചെയ്തത് എന്താണ്? യെശയ്യാ 61-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നു, സുവിശേഷം പറയുവാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും കൊടുക്കുവാൻ വേണ്ടി എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ള ദൈവവചനമാണ് തൻ്റെ പബ്ലിക് മിനിസ്റ്ററുടെ ആദ്യമായിട്ട് തന്നെ കർത്താവ് അവരെ വായിച്ച് കേൾപ്പിച്ചത്. അത് നമുക്ക് ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ഉം 19-ഉം വാക്യങ്ങളിലുണ്ട്. ഇവിടെയും കർത്താവ് തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വിവരിച്ചു കൊടുത്തു. അവരുടെ തിരുവെഴുത്തുകളെ അവർ തുറന്നു. അവർ കർത്താവിനെ കർത്താവ് ഭവനം ഗ്രാമത്തിന് മുന്നോട്ട് പോകുവാൻ പോയപ്പോൾ അവർ അവരുടെ ഭവനത്തിലേക്ക് കർത്താവിനെ ക്ഷണിക്കുന്നു. കർത്താവ് വേണമെങ്കിൽ കർത്താവിന് ക്ഷണിക്കാതെ പോകാമായിരുന്നല്ലോ. പണ്ടൊക്കെ ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ ചിന്തിച്ചിട്ട് എന്തുകൊണ്ട് കർത്താവ് മുന്നോട്ടുള്ള പോകുന്ന ഭാവം കാണിച്ചത് എന്തിനാണ് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഒരു കാര്യം ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവ് എല്ലാ കാര്യത്തിനും ഇനിഷ്യേറ്റീവ് എടുക്കും. കർത്താവ് തൻ്റെ വചനം നമ്മളെ കേൾപ്പിക്കും. കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടും. എന്നാൽ നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവിനെ കയറ്റേണ്ടത് നമ്മൾ തന്നെയാണ്. നമുക്കൊരു ഫ്രീ വില്ല് ദൈവം തന്നിട്ടുണ്ട്. നന്മ എന്തെന്ന് കർത്താവ് കാണിച്ചു തരും, വചനം എന്തെന്ന് കർത്താവ് നമ്മളെ കേൾപ്പിക്കും. എന്നാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യണമോ അതോ അതിനെ റിജക്റ്റ് ചെയ്യണമോ എന്നുള്ളത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഈ ശിഷ്യന്മാർക്ക് വേണമെങ്കിൽ കർത്താവ് പോകണം, അവർക്ക് ആരാണെന്നൊന്നും മനസ്സിലായില്ല, ആ മനുഷ്യൻ പോകട്ടെ എന്ന് ചിന്തിക്കാമായിരുന്നു. എന്നാൽ ആ കേട്ട വചനം കേട്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചു. അവർ ആ യേശുവിനെ അവരുടെ ഭവനത്തിലേക്ക് യേശുവിനെ ക്ഷണിച്ചു. കർത്താവിനെ ക്ഷണിച്ചപ്പോൾ ആ കർത്താവ് ആ ഭവനത്തിലേക്ക് ചെന്നു. അവിടെ അപ്പം നുറുക്കി, അവിടെ മേശമേൽ അപ്പം നുറുക്കി അത് ഭക്ഷിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. ആദ്യം കർത്താവ് തിരുവെഴുത്തുകളെ തുറന്നു കൊടുത്തു. ആ തിരുവെഴുത്തുകളെ അവർ മനസ്സിലാക്കും. യേശുവിനെ അവരുടെ ഭവനത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അവിടെ ആ ജീവൻ്റെ അപ്പം അവിടെ നുറുക്കപ്പെട്ട് അവർ കഴിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അവിടെ അങ്ങനെയാണ് അവരുടെ കണ്ണുകൾ തുറന്നു. യേശു ആരെന്ന് മനസ്സിലാക്കുവാൻ തക്കം, ഈ വചനത്തിലെ സത്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവരുടെ കണ്ണുകൾ തുറന്നു. അവർ യേശു ആരെന്ന് തങ്ങളോട് കൂടെ നടന്ന ഈ മനുഷ്യൻ, ഈ അപരിചിതനായ മനുഷ്യൻ, തങ്ങൾ ഇത്രയും നാൾ 3.5 വർഷക്കാലം തങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന യേശുവാണെന്ന് അവർക്ക് മനസ്സിലായി. ആ നിമിഷം തന്നെ യേശു അവരിൽ നിന്ന് അപ്രത്യക്ഷനായി. എന്നാലും യേശു അവരോട് കൂടെ ചേർന്നത് വളരെ സ്ട്രേഞ്ചായിട്ടുള്ള ഒരനുഭവമായിരുന്നു. അതുപോലെ തന്നെ പെട്ടെന്ന് യേശു അവരിൽ നിന്ന് അപ്രത്യക്ഷനാകുകയും ചെയ്തു. എന്നാൽ അവരെന്ത് ചെയ്തു? അവർ പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ അവിടെ എഴുതിയിരിക്കുന്നത് 24-ാം അധ്യായത്തിൻ്റെ അവിടെ 33-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു എന്ന്. ആ നാഴികയിൽ തന്നെ അവർ പെട്ടെന്ന്, കാരണം അവർക്ക് അറിയേണ്ട കാര്യം അറിഞ്ഞു. അവരുടെ കണ്ണുകൾ കൊണ്ട് തന്നെ അവരത് കണ്ടു, അവർ സംസാരിച്ചു, എല്ലാം ചെയ്തപ്പോൾ ഒരു നിമിഷം പിന്നെ എമൗസിൽ അവർ നിന്നില്ല. ആ നാഴികയിൽ തന്നെ തിരിച്ച് യെരുശലേമിലാണ് അവരുടെ കൂട്ടായ്മ നടക്കുന്നത്. എന്നാൽ പ്രശ്നം വന്നപ്പോൾ അവർ യെരുശലേം വിട്ടു പോവുകയാണ്. പെട്ടെന്ന് അവർ ആ നാഴികയിൽ തന്നെ അവർ 7 മൈൽ തിരിച്ച് സഞ്ചരിച്ച് അവർ യെരുശലേമിലേക്ക് ചെന്നു. 11 ശിഷ്യന്മാരോട് കൂടെ അടുത്ത് ചെന്നു. ആ 11 പേരോട് ചെന്ന് അവർക്ക് സംഭവിച്ച കാര്യങ്ങളും അവർ യേശുവിനെ കണ്ട കാര്യങ്ങളെല്ലാം അവരോട് പറയുന്നു. അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു അവിടെ വീണ്ടും അവർക്ക് പ്രത്യക്ഷനായി.
അവർക്ക് വീണ്ടും പ്രത്യക്ഷനായിട്ട് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. 24-ാം അധ്യായത്തിൻ്റെ 44-45 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞ് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. അപ്പോൾ 3 കാര്യങ്ങൾ കർത്താവിടെ തുറന്നു കൊടുക്കുന്നു. ഒന്ന്, തിരുവചനത്തെ തുറന്നു കൊടുത്തു. തിരുവചനം കേട്ടപ്പോൾ, ആ ജീവൻ്റെ അപ്പം അവർ ഭക്ഷിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ അവിടെ തുറന്നു. അതിനുശേഷം വീണ്ടും തന്നെക്കുറിച്ചുള്ള തിരുവെഴുത്തുകളെ അവർക്കെല്ലാവർക്കും അവിടെ വിവരിച്ചു കൊടുക്കുമ്പോൾ ആ തിരുവെഴുത്തുകളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവരുടെ ബുദ്ധിയെ കർത്താവ് തുറന്നു. അതിനെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവരുടെ ബുദ്ധിയെ കർത്താവ് തുറക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയും. അപ്പോഴേ ഈ യേശു അവർക്ക് ചെയ്ത ശുശ്രൂഷ എന്തെന്ന് ചോദിച്ചാൽ, അവർ നിരാശാഭരിതരായി നിരാശയോടെ അവർ പോയെങ്കിലും അവർ തിരിച്ച് സന്തോഷത്തോടും സമാധാനത്തോടുമാണ് അവർ തിരിച്ച് യെരുശലേമിലേക്ക് തിരിച്ച് വന്നതെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയും. ഒന്നാമതായിട്ട്, മുന്നോട്ട് പോകാൻ ഭാവിച്ച യേശുവിനെ അവരുടെ ഭവനത്തിലേക്ക് അവർ ക്ഷണിച്ചു. കർത്താവ് ആരുടെയും ജീവിതത്തിലെ കർത്താവ് നിർബന്ധമായും നമ്മുടെ ഹൃദയം തുറന്ന് കർത്താവ് നിർബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം ആരുടെയും ജീവിതത്തിൽ കർത്താവ് ഇടിച്ചു കയറി ചെല്ലുകയില്ല. 50-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെയും യഹോവയായ ദൈവം ഭൂമിയെ വിളിക്കുന്നുവെന്ന്. ഭൂമിയെ വിളിക്കുന്നു പറയുമ്പോൾ ഭൂമിയിലെ മനുഷ്യരെ ദൈവം വിവിധ മുഖാന്തരങ്ങളിൽ കൂടി തന്നെപ്പറ്റിയുള്ള അറിവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏതൊരു വ്യക്തി അത് കേൾക്കുവാൻ തക്കവണ്ണം തങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുന്നുവോ ആ വ്യക്തിയിൽ യേശു വസിക്കുന്നതാണ്. അതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ യേശു അവിടെ ഹൃദയത്തിലേക്ക് ചെന്നു. ഈ വ്യക്തികൾ ആരെന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ദൈവം ആർക്കും അവൈലബിളാണ്. നമുക്കറിയാം, കർത്താവ് ഈ നിരാശാഭരിതരായിരിക്കുന്നവരെ അവരെ പ്രത്യാശയിലേക്കും സന്തോഷത്തിലേക്കും കൂട്ടായ്മയിലേക്കും കർത്താവ് തിരികെ കൊണ്ടുവന്നു. അവരോടുകൂടെ ചേർന്ന് നടന്ന തിരുവെഴുത്തുകളെ അവർക്ക് വിവരിച്ചു കൊടുത്തു. അവരുടെ ബുദ്ധിയുടെ കണ്ണുകളെ തുറന്നു. തിരുവെഴുത്തുകളെ മനസ്സിലാക്കുവാൻ അവരുടെ ബുദ്ധിയെ കർത്താവ് തുറന്നു കൊടുത്തു. കർത്താവ് എവിടെയും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ആരും അറിയപ്പെടാത്ത ആ പ്രോസ്റ്റിറ്റ്യൂട്ടായ ആ സ്ത്രീയെ ആ സ്ത്രീയോട് കർത്താവിന് മനസ്സലിവ് തോന്നി. അവിടെ പേരൊന്നും അവിടെ എഴുതിയിട്ടില്ല. അവർ യേശുവിനെ അറിയുവാനിടയായി. യേശു അവരോട് സംസാരിച്ചു. അവർ യേശുവിനെ അറിയുവാനിടയായി. അവരുടെ പേരവിടെ എഴുതിയിട്ടില്ല. അവർ മൂലം ഒരു ഗ്രാമം മുഴുവനും യേശുവിനെ അറിഞ്ഞു. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, അവിടെയും പേരറിയാൻ വയ്യാത്ത, വെളിപ്പെടുത്തിയിട്ടില്ലാത്ത 38 വർഷക്കാലം നടക്കാൻ വയ്യാതെ പക്ഷവാതത്തോടുകൂടി കുളക്കരയിൽ കിടന്ന മനുഷ്യനെ യേശു സൗഖ്യമാക്കി. അവിടെ ആ മനുഷ്യൻ്റെ പേരില്ല. നമുക്ക് വീണ്ടും 9-ാം അധ്യായത്തിൽ കാണാം, കണ്ണ് കാണാൻ വയ്യാത്ത ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കി. അവിടെ ആ മനുഷ്യൻ്റെ അവിടെ പേരില്ല. വീണ്ടും നമുക്ക് മർക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ഒരു പക്ഷപാതക്കാരൻ 4 പേർ ചുമന്നു കൊണ്ടുവന്ന് ആ മനുഷ്യനെ യേശു സൗഖ്യമാക്കി. അവിടെ പക്ഷപാതക്കാരനെയും ചുമന്നു കൊണ്ടുവന്ന മനുഷ്യരുടെയും പേര് അവിടെയുമില്ല. കാൽവറി ക്രൂശിൽ കിടന്ന കള്ളനെ, ക്രിമിനലിനെ കർത്താവ് സ്വർഗരാജ്യത്തിന് അവകാശയാക്കി തീർത്തു. ആ മനുഷ്യൻ്റെയും പേരവിടെ ഇല്ല. പ്രിയപ്പെട്ടവരെ, ഏതൊരാൾക്കും നമ്മുടെ കർത്താവ് അവൈലബിളാണ്. ഏതൊരാൾക്കും എഡ്യൂക്കേഷൻ നോക്കാതെ, സമ്പന്നത നോക്കാതെ, ഏത് മനുഷ്യർക്കും ഒരുപോലെ ഉയർത്തെഴുന്നേറ്റവനായ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ നമുക്ക് അവകാശവും പദവിയുമുണ്ട്. ഈ മനുഷ്യരെല്ലാം യേശു സൗഖ്യമാക്കി. യേശു ഇന്നും ഇവരെല്ലാം മറ്റുള്ളവരുടെ നോട്ടത്തിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഇവരെല്ലാം ചെറിയവരായിരുന്നു. എന്നാലും കർത്താവിൻ്റെ നോട്ടത്തിൽ ഇവരെല്ലാം വലിയവനായിരുന്നു. ക്ലെയോപ്പ എന്നൊരു പേര് മാത്രമേ ഉള്ളൂ, മറ്റേ പേര് അവിടെ ഇല്ലായിരുന്നു. എന്നാൽ യേശു അവരോട് തൻ്റെ വചനമാണ് ആദ്യം നമുക്ക് വ്യത്യാസങ്ങൾ വരുന്നത്. വചനമാണ് ആദ്യം ഘോഷിക്കപ്പെടേണ്ടത്. ആ വചനത്തിൽ പ്രൈമറി ആയിട്ടുള്ളത്, ഏറ്റവും ഒന്നാമതായിട്ട് നാം പറയേണ്ടത് കർത്താവിൻ്റെ വചനമാണ്. ആ തിരുവെഴുത്തുകളെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം കത്തും. ആ പരിശുദ്ധാത്മാവിൽ ആ തിരുവെഴുത്തുകളെ പറയുമ്പോൾ നമ്മൾ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹൃദയം കത്തും. ആ ഹൃദയം കത്തിക്കൊണ്ട്
മുട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് അവർ പെട്ടെന്ന് ഉടനെ തന്നെ അവർ യെരുശലേമിലേക്ക് പോയത്. അതുപോലെ നമുക്കറിയാം പെന്തിക്കോസ്ത് നാളിൽ പത്രോസ് അവിടെ വചനം ഘോഷിച്ചപ്പോഴും അവരുടെ മനസ്സിനെ കുത്തുകൊണ്ടു, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അപ്പോൾ ആത്മാവിൽ നിറഞ്ഞ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരികയും പിന്നെ നമ്മൾക്ക് വെറുതെ ഇരിക്കുകയല്ല, ആ ദൈവസ്നേഹത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം നമ്മൾക്ക് താല്പര്യമുള്ളവരായിത്തീരും. വില്യം ഹോൾമാൻ ഹണ്ട് എന്ന് പറഞ്ഞ ഒരു ചിത്രകാരൻ, ഒരു ആർട്ടിസ്റ്റ്, ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന പേരിൽ ഒരു ചിത്രം വരച്ചു. അതിൻ്റെ അകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു മനുഷ്യൻ ഒരു വാതിലിക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ വാതിലിന് ഹാൻഡിലില്ല. ഈ വാതിലിൽ ഇങ്ങനെ ആ മനുഷ്യൻ ഒരു കയ്യിൽ ഒരു റാന്തൽ വിളക്കുമായി ആ വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ചിത്രമാണ്, ലോക പ്രശസ്തി ലഭിച്ച ചിത്രമാണ്. എന്നാൽ പലരും അത് വന്നു കണ്ടു. എന്നാൽ ഒരു മനുഷ്യൻ ആ ചിത്രം കണ്ടിട്ട് ഹണ്ടിനോട് ഇങ്ങനെ ചോദിച്ചു, ഹലോ മിസ്റ്റർ ഹണ്ട്, ഈ ചിത്രം വളരെ മനോഹരമായിരിക്കുന്നു, എന്നാൽ ഈ ചിത്രത്തിന് ഒരു കുറവുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ ഈ ചിത്രത്തിന് ഹാൻഡിലില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ പുറത്ത് നിൽക്കുന്ന മനുഷ്യൻ അകത്തോട്ട് കയറുന്നത്? ഹാൻഡിലില്ലാതെ എങ്ങനെയാണ് ഈ ഡോറ് തുറക്കുന്നത് എന്ന് ആ മനുഷ്യൻ ചോദിച്ചു. അപ്പോൾ ഹണ്ട് പറഞ്ഞു, ആ ഡോറിന് ഹാൻഡിലില്ല, കാരണം പുറത്ത് നിൽക്കുന്നത് യേശുവാണ് എന്ന്. യേശുവാണ് ആ വിളക്കുമായി പുറത്ത് നിൽക്കുന്നത്, ആ ഡോറിൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്നതാണ്. റെവലേഷൻ 3-ാം അധ്യായം 20-ാം വാക്യത്തെ ആസ്പദമാക്കി വരച്ച ചിത്രമായിരുന്നു. കണ്ടാലും ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്നുള്ള ദൈവവചനത്തെ ആസ്പദമാക്കി വരച്ച ചിത്രമായിരുന്നു അത്. അപ്പോൾ ഈ രണ്ട് ശിഷ്യന്മാരും അവർ കർത്താവ് അവരോട് ഇടപെട്ടപ്പോൾ അവരുടെ ഭവനത്തിലേക്ക് ആ കർത്താവിനെ അവർ ക്ഷണിച്ചു. ഉയർക്കപ്പെട്ടവനായ കർത്താവിനെ അവിടെ ആ ദിവസം തന്നെ യേശുവിടെ ഭവനത്തിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? യേശുവിനെ പറ്റി യേശു തന്നെയാണ്, അവരോട് കൂടെ നടന്ന യേശു തന്നെയാണെന്ന് മനസ്സിലാക്കുകയും അവർ സന്തോഷവും സമാധാനവും പ്രാപിച്ചവരായി തിരിച്ച് യെരുശലേമിലേക്ക് പോവുകയും അവിടെ ഉൾക്കണ്ണുകൾ തുറക്കുകയും ദൈവവചനം മനസ്സിലാക്കുവാൻ ദൈവയുടെ ബുദ്ധിയെ തുറന്നു കൊടുക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഉയർക്കപ്പെട്ടവനായ യേശു ഇന്ന് നമ്മുടെ മധ്യയുണ്ട്. അവൻ സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പോൾ തന്നെ അവൻ നമ്മോട് കൂടെയുണ്ട്. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ലോകത്തിന് ലോകത്തിൻ്റെ പാപപരിഹാരമായി അത് പാപപരിഹാരത്തിനായിട്ട് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വരികയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പാപപരിഹാര യാഗം അവനായി തന്നെ തീരുകയും ആ യാഗം മൂലം താൻ മരിച്ച് അടക്കപ്പെടുകയും എന്നാൽ 3-ാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ആ കർത്താവ് നമ്മോട് കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഉൾക്കണ്ണുകളെ തുറക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. മരണത്തിൽ നമ്മളെ വിടിയിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മൾ ദൈവവചനം ഇങ്ങനെ പറയുന്നു, എബ്രായ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകിയാൽ അവന് നമ്മളെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതരായിരുന്നവരൊക്കെയും വിടിവിച്ചു വന്നേ. മരണത്തിൻ്റെ അതിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി മരണത്തിൽ നിന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് നമ്മളെ മരണത്തിൽ നിന്ന് കർത്താവ് വിടിവിച്ച് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഈ നാടുകളിൽ നമ്മളിത് ഓർക്കുക. കർത്താവ് നമ്മളെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു, ആത്മീക മരണത്തിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതുതന്നെയല്ല, ഭൗതിക മരണത്തിൽ നിന്ന് നമ്മളെ കർത്താവിൽ ജീവിക്കുന്നവർ, ആത്മീകമായി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർക്ക് പിന്നെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് കർത്താവിനോടുള്ളൊരു വാസം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഈ നാടുകളിൽ നാം കർത്താവിനെ സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് അവനെ നാം കൈക്കൊള്ളുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നാം ആഘോഷിക്കുന്ന ഈസ്റ്ററിനെ അല്ലെങ്കിൽ നാം കൊണ്ടാടുന്ന ഈസ്റ്ററിന് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകതയുള്ളതായിത്തീരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മളിൽ ജീവിച്ചുകൊണ്ട് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ട് ആ വെളിച്ചം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി തീരുവാൻ ഈ ഈസ്റ്റർ ദിനങ്ങളിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഹാലേലുയ, സ്തോത്രം സ്തോത്രം. കർത്താവേ, ഹാലേലുയ. ദൈവമേ, ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ
ഞങ്ങളുടെ പ്രയാസങ്ങളുടെ നടുവിൽ നീ ഞങ്ങളോട് ചേർന്ന് നടക്കുന്ന ദൈവമാണല്ലോ. ഞങ്ങൾ നിന്നെ അറിഞ്ഞില്ലെങ്കിലും കർത്താവെ നീ ഞങ്ങളെ അറിയുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ വേദനകളും ഭാരങ്ങളും അറിയുന്ന ദൈവമാണ്. എന്നാൽ നീ ഞങ്ങളോട് ചേർന്ന് നടക്കുമ്പോൾ നീ ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവമാണല്ലോ. നീ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കർത്താവെ നിന്നെ ഇൻവൈറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിലെ അത്ഭുത രഹസ്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കുന്നത് അങ്ങാണല്ലോ കർത്താവെ. ദൈവമേ, അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെല്ലാം അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഈ ശിഷ്യന്മാരുടെ കണ്ണുകളെ, തിരുവഴുത്തുകളെ പറഞ്ഞു കൊടുത്ത് അവിടെ കണ്ണുകളെ തുറന്ന്, അവിടെ ബുദ്ധിയുടെ കണ്ണുകളെ തുറന്ന് തിരുവചന സത്യങ്ങളെ മനസ്സിലാക്കി കൊടുത്ത് അവരെ സന്തോഷത്തിലും സമാധാനത്തിലേക്ക് കൊണ്ടുവന്ന കർത്താവ് ഞങ്ങളെയും അങ്ങനെ കൊണ്ടുവരുവാൻ മതിയായ ദൈവമാകയാൽ കർത്താവെ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം.